ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നലെ വിഷു അല്ലായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും വിഷു ഒക്കെ? ഞങ്ങളുടെ വിഷു ഇവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നല്ലതായിട്ട് വിഷുക്കണി എല്ലാം വെച്ചു, വിഷു സദ്യ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം പുതുവത്സരത്തിൻ്റെ ഈ ദിവ്യമായ ദിനത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷു ദിനത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഞങ്ങളും തലേ രാത്രിയിൽ തന്നെ വിഷുക്കണി ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ ആഘോഷം എല്ലാം ആരംഭിച്ചത് കേട്ടോ. അപ്പം ഇവിടെ എനിക്കൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഇവിടെ നമുക്ക് കിട്ടുന്ന കായ്കറികളും പഴവർഗ്ഗങ്ങളും പിന്നെ നമ്മുടെ കണിക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ വെച്ചാണ് ഞാനിവിടെ വിഷുക്കണി റെഡിയാക്കിയത്. അപ്പോൾ നമ്മുടെ വിഷുക്കണി എല്ലാം ഇവിടെ റെഡിയാക്കി നാളെ രാവിലെ വിളക്ക് കത്തിച്ച് വിഷു കണി കാണാനായിട്ടുള്ള റെഡിയാക്കിയാണ് എല്ലാം സെറ്റാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരം വെളുത്തു, ഞാൻ വിളക്ക് കത്തിച്ച് വെച്ച് ഈ വിഷുക്കണി ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് കണി കാണിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും കണിയൊക്കെ കണ്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷുക്കണിയിട്ടൊക്കെ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി സദ്യയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുക്കളയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് പായസമാണ് കേട്ടോ. സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മെയിൻ താരം. പിന്നെ ഞാനിവിടുത്തെ ഒരു മധുരം ഉണ്ടാക്കി തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്ന. ഞാനിവിടെ ഇന്ന് പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാവേ. ഇനി ഞാനിവിടെ റെഡിയാക്കുന്നത് നമ്മുടെ സദ്യക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ തിളച്ച് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ സദ്യ സാമ്പാർ, സ്പെഷ്യൽ സദ്യ സാമ്പാറാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു കാളനാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കാളൻ ഉണ്ടാക്കാം. ഞാനിവിടെ പഴമിട്ടിട്ടാണ് കാളൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നമ്മുടെ സദ്യയിൽ തന്നെ ഒട്ടും ഒഴിച്ചുവിടാൻ പറ്റാതെ വേറൊരാളും കൂടി ഉണ്ടല്ലോ, നമ്മുടെ അവിയൽ. നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഈ പച്ചക്കറി എല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ അരിഞ്ഞു വെച്ച പച്ചക്കറിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുവാണ് അവിയൽ വെക്കാനായിട്ട്. അപ്പോൾ ഇതിനെ മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ച ശേഷം ഒന്ന് തുറന്ന് നോക്കി ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് വീണ്ടും അതിനെ ഒന്നും കൂടെ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ അരപ്പും എല്ലാം ഇട്ട് ഇവിടെ അവിയൽ ഏകദേശം ഇവിടെ ഒന്നിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുത്ത് നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ
ഇനി നമുക്ക് അടുത്തത് പപ്പടം വറുത്താലോ. അപ്പം ഞാനിവിടെ ആദ്യം പപ്പടം വറുക്കാൻ കാര്യമേ, ഞാൻ ഈ പപ്പടം വറുക്കുന്ന എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇനി തോരൻ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പപ്പടം ആദ്യം വറുത്തിട്ട് അതിനകത്ത് ബാക്കി വരുന്ന എണ്ണയിലാണ് നമ്മൾ തോരൻ റെഡിയാക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പപ്പടം ഇവിടെ ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. പപ്പടം വറുത്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ തോരനും കൂടെ റെഡിയാക്കി എടുക്കാവേ. ഞാനിന്ന് തോരൻ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാരറ്റും ഉള്ളിയും കൂടെയുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും ഉള്ളിയും കൂടെയുള്ള തോരനും ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഇവിടെ ഏകദേശം തന്നെ നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം തന്നെ ഇവിടെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചോറ് റെഡിയായിട്ടുണ്ട്. പിന്നെ അച്ചാറും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്നലെ തന്നെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരിയാണെന്നുണ്ടെങ്കിലാണ് ഉണ്ടാക്കില്ല, കടയിൽ നിന്ന് മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യ റെഡിയായി. ഇനി നമുക്ക് ഇത് ഒരു വിളക്കത്ത് നമുക്കൊരു ഇലയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് എല്ലാം നമ്മൾ വിളക്കത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. മക്കളാണ് വിളക്കത്ത് ഇലയിട്ട് എല്ലാം ചെയ്യണത്. അപ്പോൾ ഇതൊരു വിശ്വാസവും ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാധനമെല്ലാം ആദ്യം വിളക്കത്തൊരു ഇലയിട്ട് അത് ആ വിളക്കത്തിലയിൽ വിളമ്പിയതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് വേറെയാട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഞങ്ങളിവിടെ 4 പേർക്കുള്ള സദ്യയെല്ലാം റെഡിയാക്കി വിളമ്പി വെച്ച് ഞങ്ങളിനി കഴിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വിഷു ആഘോഷങ്ങൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പുതുവത്സരം ആശംസിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വീണ്ടും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.